ഞാൻ യൂറോപ്പിൽ പോയപ്പോ ഒരു സ്ഥലം കണ്ടത് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയ ഒരു സ്ഥലം. അതൊരു രാജ്യമാണെന്ന് ആദ്യം എനിക്ക് തോന്നിയിരുന്നില്ല. കാര്യം ഒരു ചെറിയ സ്ഥലം ബൈക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കറങ്ങി ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഫുള്ള് കറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള രാജ്യം. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം. റോഡൊക്കെ ക്ലീൻ നീറ്റ് എന്ന് പറഞ്ഞാൽ റോഡിൽ വേണമെങ്കിൽ ഒരു ചെറിയ പായ കിട്ടണമെങ്കിൽ അവിടെ കിടന്ന് പറഞ്ഞാൽ അത്ര ക്ലീൻ നീറ്റ്. ഈ കുഞ്ഞു രാജ്യത്തിന്റെ പേരാണ് ലിച്ചൻസ്റ്റൈൻ. ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ താമസിക്കണം വളരെ സമ്പന്നമായ രാജ്യം. ഈ കുഞ്ഞു രാജ്യത്ത് ക്രൈം റേഷ്യോ ഇല്ല. ജയിലൊക്കെ ഫുൾ കാലിയായിട്ട് കിടക്കും. നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോഴാണ് അവിടെ എന്തെങ്കിലും വർത്താനങ്ങൾ ഒച്ചനോ. ഈ വീടുകളൊക്കെ വെറുതെ ഇങ്ങനെ പണിത് ഒരു ഇതിനകത്ത് വെച്ചേക്കണമെന്ന് നോക്കി അവിടെ മനുഷ്യരുണ്ടാകുന്ന പോലെ നമുക്ക് സംശയം. അത്ര കാമാൻകോയിട്ടായിട്ട് നിൽക്കുന്ന, അത്ര ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു കടത്തി. പഴയ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതൊരു മലയുടെ മുകളിൽ മന്ത്രവാദി ഇതൊക്കെ ചെയ്യുന്ന ഒരു പഴയ യൂറോപ്യൻ കാസിൽ വരുന്നത്. അതേപോലത്തെ ഒരു കാസിൽ ഉണ്ട്. അതവിടുത്തെ രാജാവ് താമസിക്കുന്ന കാസ്. രാജാവിന്റേതായിട്ടുള്ള ഒരു വൈൻയാർഡ് ഉണ്ട്. അവിടുത്തെ വൈനാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഞാനിപ്പോ ഈ പറഞ്ഞ ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ കൺട്രി നമ്മളുടെ ബ്ലൂടൂത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ദിവസത്തോളം സമയം രാജ്യം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അവിടെ നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാം, അന്ന് വൈനോ എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യും. നിങ്ങൾ ലിച്ചൻസ്റ്റൈൻ പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങൾ ഒരു €5 പോട്ടേന്ന് വെക്കി ഒരു സ്റ്റാമ്പിങ്ങും കൂടി നിങ്ങൾ ചെയ്തിട്ട് വരണം. അത്ര മനോഹരമാണ്. ഇപ്പോഴും എനിക്ക് ആ ലിച്ചൻസ്റ്റൈനിൽ ഞാൻ ആ ടോയ് ട്രെയിനിൽ പോയ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായ രാജ്യം. ലൈഫിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ലിച്ചൻസ്റ്റൈനിൽ പോകണം. ഓസ്ട്രേലിയക്കും സ്വിറ്റ്സർലൻഡിലും ഇടയിൽ കിടക്കുന്ന ലിച്ചൻസ്റ്റൈൻ.